ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു അര സവാള എടുത്തിട്ടുണ്ട്. സവാള നല്ല തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ ഒരുപാട് വഴറ്റുന്നില്ല, അത് പയ്യൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് റെഡ് പെപ്പറാണ്. അതിൻ്റെ ഒരു നാലിലൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അതും സവാള അരിഞ്ഞ പോലെ തന്നെ നല്ല തിന്നായിട്ട് എടുക്കുക. കാരണം ഒരുപാട് നമ്മൾ വാട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ പച്ചച്ചൊകയും അത് അങ്ങനെ തന്നെ കടിക്കാൻ കിടക്കും. അപ്പോൾ എത്രയും ചെറുതായിട്ട് അരിയണോ അത്രയും നല്ലതാണ്. പിന്നെ കൊറിയാണ്ടറാണ്. ഇനി കൊറിയാണ്ടർ ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമില്ല. ഞാനിവിടെ ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സെലറി സ്റ്റിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സാധനം കേട്ടോ. പിന്നെ നമുക്ക് എടുത്തേക്കുന്നത് സാൽമണാണ്. ക്യാൻഡ് ഫിഷാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാനിലേക്ക് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും നമ്മുടെ റെഡ് പേപ്പറും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പയ്യൊന്ന് വാടി വന്നാൽ മതി. ഒരുപാട് വാടി മൊരിയിക്കണം എന്നില്ല. പയ്യൊന്ന് ചൂടായി കയറുമ്പോഴേക്കും നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഞാൻ ബട്ടർ ഇട്ടപ്പോൾ പാൻ നല്ല ചൂടായതുകൊണ്ട് പയ്യെ ബട്ടർ ബ്രൗൺ കളറായി തുടങ്ങി. അത്രയും ചൂടാവണ്ട. ഈ ചൂടായി ഒന്ന് പയ്യെ വാടി തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മുടെ ഫിഷ് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് വൈൽഡ് പിങ്ക് സാൽമണാണ്, ക്യാൻഡ് ഫിഷാണ്. ഇത് ഓൾറെഡി കുക്ക്ഡാണ്. നമ്മളപ്പോൾ ഒരുപാട് ഇട്ട് കുക്ക് ചെയ്ത് അതിനെ ഉടയ്ക്കണം എന്നില്ല. ജസ്റ്റ് ഒന്ന് പയ്യെ ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇത് ആക്ച്വലി കുക്ക് ചെയ്യാതെ തന്നെ ഒന്നും ചൂടാക്കാതെ തന്നെ നേരെ കഴിക്കാം. പക്ഷെ ഞാനിപ്പോൾ അതിൻ്റെ കൂടെ മിക്സിൻ്റെ കൂടെ ഒന്നൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു. ഞങ്ങൾ മേടിച്ചേക്കുന്ന ഫിഷ് ജസ്റ്റ് വാട്ടറിൽ പ്രിസർവ് ചെയ്തേക്കുന്നതാണ്. വേറെ ഫ്ലേവറൊന്നുമില്ല. ഇതിൻ്റെ ഫ്ലേവേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അത്ര നന്നായിട്ട് പോകില്ലായിരിക്കും. സോ പ്ലെയിൻ വാട്ടറിൽ പ്രിസർവ് ചെയ്ത് സാൽമൺ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കുറച്ച് ബ്ലാക്ക് പെപ്പറിൻ്റെ പൗഡർ ആഡ് ചെയ്തു. പെപ്പർ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പയ്യൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണമെന്നില്ല, വളരെ കുറച്ച് മതി. ഒരുപാട് ഉപ്പായാലും അതിൻ്റെ ടേസ്റ്റ്, കാരണം ഓൾറെഡി ബട്ടർ സോൾട്ടഡ് ആണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മതി. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ആ ഒരു ഫ്രഷ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ഇട്ടായിരുന്നു, ഒരു 1/4 ഭാഗം തക്കാളി. അത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്തേക്ക് ഒരു ഏകദേശം 4 ടേബിൾ സ്പൂണോളം മയണൈസ് എടുത്തിട്ടുണ്ട്. മയണൈസും ഈ മിക്സും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഏകദേശം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ഒഴുകുന്ന പരുവമല്ല, എന്നാൽ ഒരുപാട് കട്ടയല്ലാത്തൊരു രീതിയിൽ. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഒട്ടാൻ വേണ്ടിയിട്ടും പ്ലസ് അതിൻ്റെ ഒരു മൊരിയൽ പുറത്ത് വരാൻ വേണ്ടിയിട്ടുമാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 3 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഹാഫായിട്ട് മുറിച്ചു. എന്നിട്ട് ആ ഫില്ലിങ് നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പൊക്കത്ത് മിനി ക്യുക്കമ്പേഴ്സും കുറച്ച് അരിഞ്ഞ് വെച്ചു, 2 സ്ലൈസ്. എന്നിട്ട് ഇതിങ്ങനെ ഒരു ത്രികോണ ഷേപ്പിനകത്ത് ഏകദേശം മടക്കി നമ്മളങ്ങ് എടുക്കുക. ഫോൾഡ് ചെയ്തതിൻ്റെ ഏറ്റവും അറ്റഭാഗം ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇവിടെ മുട്ട യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഇതിങ്ങനെ ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പൊക്കത്തും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ശരിക്കും നന്നായിട്ട് പ്രസ്സായിട്ട് ഇരുന്നോളും, അത് ഞാൻ തുറന്നു പോവില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ മൊത്തം 3 ടോർട്ടിയ ഷീറ്റാണ് എടുത്തിരുന്നത്. അതിനെ ഹാഫാക്കി മുറിച്ചിരുന്നു. അപ്പോൾ എനിക്ക് 6 എണ്ണം മൊത്തം കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം 3 എണ്ണം വെച്ച് ഞാൻ ഒരേ സമയം വെച്ചിട്ടുണ്ട്. അത് വെച്ചൊന്ന് പയ്യെ മൊരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഞാൻ മറിച്ചിടുന്നതിന് തൊട്ട് മുന്നേ അതിൻ്റെ പൊക്കത്തും കൂടെ മുട്ടയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതാവുമ്പോൾ നമ്മൾ 2 സൈഡും നമുക്ക് ആ ഒരു മുട്ടയുടെ ഫ്ലേവറും കിട്ടും, ചെറിയൊരു മൊരിയിലും കിട്ടും. പിന്നെ ഞാൻ ഈ പാനിലേക്ക് ഇപ്പം ഞാൻ ഒഴിച്ചേക്കുന്നത് ബട്ടറല്ല, ഗീയിലാണ് ഞാനിത് മൊരിയിച്ചെടുക്കുന്നത് 2 സൈഡും. ഇത് ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് 5 മിനിറ്റ് പോലും സമയം വേണ്ട 2 സൈഡും മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് അത് മൊരിഞ്ഞ് വരും. ഒരു മീഡിയത്തിൻ്റെയും ഹൈയുടെയും ഇടയ്ക്ക് ഇട്ടിട്ട് നമ്മൾ ചെയ്താൽ മതി. ഒരുപാട് ലോ ആയിട്ട് ഇടണ്ട, കാരണം എല്ലാ സാധനങ്ങളും കുക്കായതാണ്. അപ്പോൾ നമുക്കൊന്നും കുക്കാവാനില്ല. ജസ്റ്റ് ഒന്ന് ആ മൊരിയൽ കിട്ടാനും മുട്ട സ്പ്രെഡ് ചെയ്തത് ഒന്ന് മൊരിയാനും വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇത് പിള്ളേർക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനം കേട്ടോ. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ല സാധനം. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് കിട്ടിയത്, ഭംഗിക്ക് കുറച്ച് ക്യുക്കമ്പറൊക്കെ സൈഡിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു, ബൈ.